ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യമായി ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? ഇന്ന് ആരെങ്കിലും പത്രം വായിച്ചിട്ടുണ്ടോ? വായിച്ചോ? ഇന്ന് എന്താണ്? ജൂൺ 19 അല്ലേ? ഇന്ന് ഡേറ്റ് ജൂൺ 19 അല്ലേ? ഓക്കെ, ജൂൺ 19 ആണ്. അപ്പൊ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നുണ്ട് അല്ലേ? എന്താണ് വായനാ ദിനം? ഓക്കെ, വായനാ ദിനം ആരുടെ? അതിനൊരു പ്രത്യേകതയുണ്ട്. ആരുടെയോ ചരമദിനാണ്, ചരമവാർഷികമാണ്. ആരുതാ? PN പണിക്കർ. അപ്പൊ വായനാ ദിനം ആരുടെ ചരമവാർഷികത്തിന്റെ ഓർമ്മക്കായിട്ടാണ്? PN പണിക്കർ അല്ലെ? PN പണിക്കറുടെ 25ാം ചരമവാർഷികമാണ്. ആണ് വായനാ ദിനമായി ആചരിക്കുന്നത് അല്ലെ? അദ്ദേഹത്തെ വായനയുടെ വളർത്തച്ഛൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ PN പണിക്കരെ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? വായനയുടെ വളർത്തച്ഛൻ. ഓക്കെ, അപ്പൊ ഇന്ന് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു അല്ലെ? അപ്പൊ PN പണിക്കരുടെ 25ാം ചരമവാർഷികമാണ് ഇന്ന് വായനാ ദിനമായി ആചരിക്കുന്നത്. പിന്നെയോ വായനയുടെ വളർത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ വായനാ ദിനമാണ് ഇന്ന് അല്ലെ? ജൂൺ 19. എല്ലാരും ഓർമ്മിച്ചു വെക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ ദിവസത്തിനുള്ള ഓരോ പ്രത്യേകതയൊക്കെ. അപ്പൊ വായനാ ദിനം എന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വായിക്കണം അല്ലെ? വായനയിലൂടെയാണ് കുട്ടികൾ വളരുന്നത്. വായന ഉണ്ടെങ്കിൽ എന്താവും? കുട്ടികളുടെ ചിന്താശക്തി വർദ്ധിക്കും അല്ലെ? അത് ഏത് പുസ്തകങ്ങൾ, ഏത് തരം പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്? നല്ല പുസ്തകങ്ങൾ അല്ലെ? നല്ല പുസ്തകങ്ങൾ വായിക്കണം. അതിലൂടെ നമ്മുടെ വായന വളരുകയും ചിന്താശക്തി വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വായന കുറെ കുറച്ചിട്ടുള്ളത് അല്ലെ? ഇന്ന് കാണുന്ന ഈ ഒരു ജനത വായന കുറച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ മുമ്പിൽ എല്ലാം നമുക്ക് ഇന്ന് ലഭ്യമാണ് അല്ലെ? ഇന്റർനെറ്റ്. ഇപ്പൊ നമ്മൾ തന്നെ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ, ബാക്ക്ഗ്രൗണ്ട് മാറ്റി അല്ലെ? എല്ലാം നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അപ്പൊ അതുപോലെ വായിച്ചിട്ട് അധികം നമ്മൾ കണ്ടെത്തണമെന്നില്ല, എല്ലാം നമ്മുടെ മുന്നിൽ കിട്ടുകയാണ്. അതുകൊണ്ട് നമ്മൾ വായന കുറെ കുറച്ചിട്ടുള്ളത് അല്ലെ എല്ലാവരും അല്ലെ? ഇപ്പൊ ടിവിയുടെ മുമ്പിലിരിക്കും, കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരിക്കും. അപ്പൊ നമ്മൾ എന്താണ്? വായന വളരെ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ ഇപ്പം അല്ലേ? നമുക്ക് എന്ത് നമ്മുടെ കമ്പ്യൂട്ടറിന് മുമ്പിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്താവും? കുട്ടികൾ കൂടുതൽ വായിച്ച് അതിലേക്ക് കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഇതിലേക്ക് പോകുന്നില്ല അല്ലെ ഇന്ന് നമ്മള്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് വായിക്കണം. എന്ത് ചെയ്യണം? വായിക്കണം അല്ലെ? വായിക്കണം. അപ്പൊ വായനയിലൂടെയാണ്, ഇതൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ. അപ്പൊ വായനയിലൂടെയാണ് നമ്മള് വളരേണ്ടത്. വായന നമ്മുടെ ചിന്താശക്തിയെ വർദ്ധിപ്പിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല കുട്ടികളായി വളരാൻ വായന അത്യാവശ്യമാണ് അല്ലെ? നല്ല പുസ്തകങ്ങൾ മാത്രം വായിക്കണം. ചീത്ത പുസ്തകങ്ങളല്ല വായിക്കേണ്ടത്, നല്ല പുസ്തകങ്ങൾ. നല്ലത് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അലൻ ഗുഡ് മോർണിംഗ്. അപ്പൊ നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് വായനാ ദിനം ആയതുകൊണ്ട് തന്നെ വായനയുടെ പ്രസക്തിയെ പറ്റി നമ്മൾ പറയുന്നു അല്ലെ? അപ്പൊ വായിക്കുന്നത് കൊണ്ട് എന്തുണ്ടാവും? നല്ല അറിവ് നേടാൻ പറ്റും. അതുപോലെ നമ്മുടെ ചിന്താശക്തി വർദ്ധിക്കും. പിന്നെ വായിച്ചു കഴിഞ്ഞാൽ, അതായത് നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ നല്ല കുട്ടികളായി വളരാൻ പറ്റും നമുക്ക് അല്ലെ? അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? പത്രമായാലും എന്ത് കയ്യിൽ കിട്ടുന്ന നിങ്ങൾ വായിക്കണം. അത് നല്ല പുസ്തകങ്ങളായിരിക്കണേ ഉള്ളൂ. ചെറിയ നമ്മുടെ ഒരു പൂമ്പാറ്റ ആയാലും അല്ലെ ഒരു ഏത് ബുക്കുകൾ, ഏതെങ്കിലും എഴുതിയ ആരെങ്കിലും ബുക്ക്, ഏത് ഇംഗ്ലീഷ്, ഏത് ബുക്കുകളായാലും ഇന്ന ഭാഷയിൽ നിന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നതിൽ ഏതായാലും നല്ലപോലെ വായിച്ച് മുന്നോട്ട് പോകണം അല്ലെ? ഓക്കെ തന്നെയോ? എല്ലാരും ഇന്നുപോലെ പുസ്തകം വായിക്കാൻ തുടങ്ങുമോ? ഓക്കെ, അപ്പൊ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ അറിവുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വായിച്ചുകൊണ്ടിരിക്കണം. പത്രം വായിക്കണം. അപ്പൊ ഇന്നിപ്പോ രാവിലെ വായിക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് കുഴപ്പമില്ല. ഇന്നത്തെ പത്രം നമുക്ക് അവിടെ വീട്ടിൽ തന്നെ കിടപ്പുണ്ടാവും അല്ലെ? രാവിലെയാണ് അതിനൊരു അടി പത്രത്തിന്. രാവിലെ കിട്ടുന്ന ന്യൂസ് വായിക്കാൻ നമുക്ക് ഭയങ്കരമായിരിക്കും. അപ്പൊ എല്ലാവർക്കും എനക്കും വേണം ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ളവര് പത്രത്തിന് ഒരു ഇതായിരിക്കും. പക്ഷെ നമുക്ക് വൈകുന്നേരം വരെ ആ ന്യൂസ് അവിടെ ഉണ്ടാവും അല്ലെ വായിക്കാൻ. അപ്പൊ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം അല്ലെ? വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മുടെ വായനയൊക്കെ വളരെ വളരെ കുറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും, കുട്ടികളുടെ മാത്രമല്ല വലിയവരുടെയും. നമ്മുടെ പൊതുവെ ആളുകളുടെ വായന കുറെ കുറഞ്ഞിട്ടുള്ളത്.
അതുകൊണ്ട് ഇന്ന് വായനാ ദിനത്തിന് നല്ല പ്രസക്തി ഉണ്ട്. അപ്പൊ വായിക്കണം. അപ്പൊ ഇന്നും കൂടി നമ്മൾ തീരുമാനം എടുക്കുന്നത് എന്ത്? പത്രം വായിക്കും അല്ലെ? നല്ല പുസ്തകങ്ങൾ വായിക്കും. വായിക്കൂലേ? ഓക്കെ ആണെങ്കിൽ ഒരു ഇത് തന്നെ. ഓക്കെ, അപ്പൊ വായിക്കും എല്ലാവരും അല്ലെ? അപ്പോ നമ്മൾ ഇന്ന് ഫസ്റ്റ് ലെസൺ നമ്മുടെ പഴയ ഹോളി ഫെയ്ത്ത് എന്ന സിലബസിന്റെ പുസ്തകം തന്നെയാണ് നമ്മൾ തുടർന്ന് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ലെസൺ വിദ്യ തന്നെ മഹാധനം. എന്താ പാഠത്തിന്റെ പേര്? വിദ്യ. വിദ്യ പറഞ്ഞ എന്താ? അറിവ്. അറിവ് തന്നെയാണ് എന്ത്? മഹാധനം. ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? വിദ്യ ആണ് എന്നാണ് നമ്മുടെ ആ ലെസന്റെ ഹെഡിങ് തന്നെ. അതാണ് ആദ്യത്തെ പാഠത്തിന്റെ പേര് തന്നെ. എന്താണ്? വിദ്യ തന്നെ മഹാധനം. എന്താണ് പാഠത്തിന്റെ പേര്? വിദ്യ തന്നെ മഹാധനം. അതായത് അറിവ് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. മഹാധനം എന്ന് പറഞ്ഞ, ധനം എന്ന് പറഞ്ഞാൽ അറിയാലോ, സമ്പത്ത് അല്ലെ? അപ്പോ വിദ്യയാണ് ഏറ്റവും നല്ല സമ്പത്ത്. ഓക്കെ, അപ്പൊ വിദ്യ തന്നെ മഹാധനം. ബുക്ക് വാങ്ങിയോ എല്ലാവരും? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ എല്ലാവരും കയ്യില്? ഇതാണ് വിദ്യ തന്നെ മഹാധനം. ഓക്കെ, അതാണ്. അപ്പൊ കഴിഞ്ഞ നമ്മൾ പഠിച്ചതൊക്കെ അവിടെ കിടന്നോട്ടെ. നമുക്ക് ഫസ്റ്റ് ലെസണിന് ഹെഡിങ് എഴുതി ഇതാണ് ഇനി എഴുതേണ്ടത് കേട്ടോ. ഇതാണ് നമ്മുടെ പാട്ട്. ആൻമരിയ ക്ലിയർ അല്ലേ? ശ്രേയ, ആൻമരിയ, അലൻ, ഷോൺ മനസ്സിലായോ? അപ്പൂനെ അറിയായിരിക്കും ബുക്ക് മാറിയ കാര്യം. അപ്പൊ നിങ്ങളോട് ഞാൻ ഒന്നുകൂടി പറയാണ്, ഇത് ബുക്ക് നമ്മുടെ പഴയ ബുക്ക് തന്നെയാണ്. നമ്മൾ ഇത്രയും ദിവസം പഠിച്ച ബുക്കല്ല, പുതിയൊരു ബുക്കാണ്. നമ്മൾ അന്ന് മാതൃഭൂമി എന്നല്ലേ പഠിച്ചിനെ ആദ്യത്തെ പാഠം? ഇപ്പൊ അതല്ല, വിദ്യ തന്നെ മഹാധനം. ഓക്കെ, മിസ് സ്റ്റാർട്ട് ചെയ്യുന്നേ. വിത്തമെന്തിന്നു മർത്യന് വിദ്യ കൈവശമാവുകിൽ, വെണ്മയുണ്ടെങ്കിൽ നറുതൈ പേറിട്ടു കരുതേണമോ. വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ, ആയുധം കയ്യിലില്ലാത്തോനടരാടുന്നതെങ്ങനെ. പുറംകണ്ണു തുറപ്പിപ്പൂ പുലർവേളയിലംശുമാൻ, അകക്കണ്ണു തുറപ്പിപ്പാനാശാൻ ബാല്യത്തിലെത്തണം. അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രമണച്ചിടും, ആജീവനാന്തമാനന്ദമരുളും വിദ്യ നൽകുവോൻ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേറിടും, മേൽമ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. വിദ്യ തന്നെ പരം നേത്രം, ബുദ്ധി തന്നെ പരം ധനം, ദയ തന്നെ പരം പുണ്യം, ശമം തന്നെ പരം സുഖം. എന്താ പാട്ട്? വിത്തമെന്തിന്നു മർത്യന് വിദ്യ കൈവശമാവുകിൽ. നമ്മുടെ പാഠത്തിന്റെ ആദ്യത്തെ ലെസന്റെ പേര് തന്നെ വിദ്യ തന്നെ മഹാധനം അല്ലേ? അപ്പൊ വിദ്യ തന്നെ മഹാധനം എന്ന് പറഞ്ഞാൽ വിദ്യയാണ് ഏറ്റവും വലിയ ധനമായിട്ടുള്ളത്. അപ്പൊ എന്താ പറയുന്നത്? വിത്തമെന്തിന്നു മർത്യന് വിദ്യ കൈവശമാവുകിൽ. വിത്തം എന്ന് പറഞ്ഞാൽ ധനം എന്നാണ് അർത്ഥം. വിത്തം ധനം. അപ്പോ വിദ്യ കൈവശം ഉണ്ടെങ്കിൽ മർത്യൻ. മർത്യൻ എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യൻ അല്ലെ? മർത്യൻ മനുഷ്യൻ. അർത്ഥം മനസ്സിലാക്കണേ. വിത്തം ധനം, മർത്യൻ മനുഷ്യൻ. ഓക്കെ, അപ്പൊ വിത്തം എന്തിന്നു മർത്യന് വിദ്യ കൈവശമാവുകിൽ. അപ്പൊ എന്താന്ന് പറയുന്നത്? മനുഷ്യന് വിദ്യ കൈവശമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ മനുഷ്യന് എന്ത് വേണ്ട? ധനം വേണമെന്നില്ല എന്നാ പറയുന്നത്. പിന്നെയോ, വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതേണമോ. വെണ്ണയുണ്ടെങ്കിൽ, വെണ്ണ പറഞ്ഞ അറിയില്ലേ? ഓക്കെ, തൈര് ഇങ്ങനെ കടഞ്ഞ് കിട്ടുമ്പോ കിട്ടുന്ന സാധനമാണ് വെണ്ണ. വെണ്ണയും പിന്നെന്താ, മോരും കൂടെ കിട്ടും അല്ലെ? മോര് എന്ന് പറഞ്ഞാൽ അറിയോ? ഓക്കെ, അപ്പോ ആ വെണ്ണ ഉരുക്കിയാലാണ് എന്തുണ്ടാവുക? നെയ്യ് അല്ലെ? വെണ്ണ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ചൂടാക്കുമ്പോ എന്താവും? നെയ്യായിട്ട് മാറും അല്ലെ? അതാണ് നെയ്യ്. നെയ്യ് അറിയില്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതേണമോ. അപ്പൊ വെണ്ണയുണ്ടെങ്കിൽ നെയ്യ് വേറിട്ട് കരുതണ്ട അല്ലെ? നല്ല നെയ്യ് കരുതേണ്ട, ആവശ്യമില്ല. അതുപോലെയാണ് ഇന്ന് അറിവുണ്ടെങ്കിൽ ധനം വേണമെന്നില്ല അല്ലെ? അറിവ് ധാരാളുണ്ടെങ്കിൽ നമുക്ക് സമ്പത്ത് താനെ വന്നോളൂ അല്ലെ? അറിവ് കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്ത് ധനം ഉണ്ടാക്കാലോ അല്ലെ? ഓക്കെ, വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ.
എന്താ പറയുന്നത്? നരനായിട്ട് നമ്മുടെ ആദ്യത്തെ ലൈനിൽ പറഞ്ഞത് അറിവുള്ളവന് ധനത്തിന്റെ ആവശ്യം വരുന്നില്ല അല്ലെ? അതുപോലെ തന്നെയാണ് കയ്യിൽ വെണ്ണയുണ്ടെങ്കിൽ നെയ് വേറെ കരുതേണ്ട ആവശ്യമില്ല. അറിവില്ലാതെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാനാകുമോ? ഇല്ലല്ലോ അല്ലെ? അറിവുണ്ടെങ്കിലാണ് നമുക്ക് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ സുഖമുള്ളതു. അതോടാ പറയുന്നത് വിദ്യ വിട്ടു നരനാവുമോ വിശ്വംഭരിയിൽ വാഴും. വിശ്വംഭരി പറഞ്ഞ ഈ ലോകം ഭൂമി എന്നല്ല അർത്ഥം അല്ലെ? വിശ്വംഭരി ഭൂമി. അപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അറിവ് വേണം അല്ലെ? അറിവുണ്ട്. അതുപോലെ അതാണ് ഞാൻ വായനയുടെ പ്രസക്തിയെ പറഞ്ഞതും. വായനിക്കുന്നതിലൂടെ നമുക്ക് അറിവുണ്ടാവും കേട്ടോ. ഓക്കെ. വിദ്യ വിട്ടു നരനാവും. നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നർത്ഥം. മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വിദ്യ വിട്ട്, വിദ്യ ഇല്ലാതെ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെയോ, ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നത് എങ്ങനെ? അടരാടുക പറഞ്ഞാൽ പോരാടുക അല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ ആയുധം കയ്യില്ലാതെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? പോരാടാൻ പറ്റുമോ? നമ്മ ഇപ്പൊ ഒരാളെ ആക്രമിക്കാൻ പറയുമ്പോ ആയുധം വേണ്ടേ അല്ലേ? ആയുധം വേണം. അപ്പൊ ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നത് എങ്ങനെ? അപ്പൊ ആയുധം കയ്യിലുള്ളവനെ പോരാടാൻ പറ്റും, യുദ്ധം ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെയാണ് അറിവുള്ളവനെയാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുക അല്ലേ? അപ്പൊ അറിവുണ്ടാവണം, വിദ്യ ഉണ്ടാവണം എന്നർത്ഥം. പിന്നെയോ, പുറംകണ്ണു തുറപ്പിപ്പു പുലർവേളയിൽ അംശുമാൻ അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അപ്പൊ പുലർവേളയിൽ അംശുമാൻ എന്ന് പറഞ്ഞാൽ ആരാന്നേ? അംശുമാൻ സൂര്യനെയാണ് പറയുന്നത് അംശുമാൻ. അപ്പൊ പുലർവേളയിൽ അംശുമാനെ തൂലി അല്ലെ? സൂര്യൻ ഉദിക്കുമല്ലോ പുലർവേളയില് അല്ലേ? അപ്പൊ ഉദിക്കുന്ന അംശുമാൻ എന്ന് പറഞ്ഞ സൂര്യൻ അല്ലെ? അപ്പൊ അകക്കണ്ണ് പറഞ്ഞ എന്താ? മനസ്സ്. അകക്കണ്ണ് തുറപ്പിക്കാൻ ആര് വരണം? ഗുരുനാഥൻ വരണം. ഗുരു. അതാ പറഞ്ഞ ആശാൻ. ആശാൻ എന്ന് പറഞ്ഞാല് ടീച്ചർ, അധ്യാപിക അല്ലെങ്കിൽ ഗുരു എന്നുള്ള അർത്ഥം. ഓക്കെ. അപ്പോ എന്താ പറയുന്നേ? അകക്കണ്ണ് പറഞ്ഞ മനസ്സ് അല്ലേ? പുലർവേളയിൽ അംശുമാൻ അകക്കണ്ണ് തുറപ്പിക്കാൻ പുറംകണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ. നമ്മുടെ പുറംകണ്ണ്, നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേക്കുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അല്ലേ? അപ്പൊ അന്നേരം സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മളെ പുറംകണ്ണ് തുറക്കും. അപ്പൊ അകക്കണ്ണ് തുറപ്പിക്കാൻ ബാല്യത്തിൽ ആരെത്തണം? ബാല്യം എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സിൽ അല്ലെ? നമ്മളെ ചെറുപ്പകാലത്ത് അകക്കണ്ണ് തുറക്കാൻ നമ്മളെ ടീച്ചർ, നമ്മൾ സ്കൂളിലേക്ക് വിടുന്ന ആശാൻ ഇതിൽ പറയുന്നത് അറിവ് തരുന്നവള് അല്ലെ? തരുന്നവര്. ഓക്കെ. അപ്പൊ നമ്മളെ അറിവ് ഉണ്ടാക്കി തരാൻ നമുക്ക് ആര് വേണം? അപ്പൊ പുറംകണ്ണ് പ്രഭാതത്തിൽ സൂര്യൻ തുറപ്പിക്കുന്നു, പക്ഷേ അകക്കണ്ണ് തുറപ്പിക്കാൻ ഗുരു ബാല്യത്തിൽ വേണം. അതാണ് ആശാൻ, ഗുരു അല്ലെ? അറിവ് തരുന്ന ആള്. അപ്പോ ആശാൻ എത്തണം അല്ലെ? പിന്നെ അടുത്ത ലൈനിൽ എന്താ പറയുന്നത്? അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രം അണച്ചിടും. അന്നമേകുന്നവൻ അതായത് ഭക്ഷണം കൊടുക്കുന്നവന് സന്തോഷം ആ സമയത്ത് ഉണ്ടാവും. നമ്മിപ്പോ അന്നം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഭക്ഷണം കൊടുത്താൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ? ഇന്ന് നമ്മളെ ഒരു ഭക്ഷണം കൊണ്ട് അവർക്ക് വയറ് നിറഞ്ഞില്ലേ, ഒരു സന്തോഷം നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവും അല്ലേ? അത് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമില്ല അല്ലെ? അപ്പൊ ഭക്ഷണം കൊടുക്കുന്നവന് എന്ത് ചെയ്യും? സന്തോഷം ആ സമയത്ത് ലഭിക്കും. എന്നാൽ വിദ്യ നൽകുന്നവനോ, അതായത് ഒരു ഗുരുവിനോ, ജീവിതാവസാനം വരെ ആ സന്തോഷം നിലനിൽക്കും. ഗുരു പറഞ്ഞ വിദ്യ നൽകുന്നവൻ, അതാണ് അറിവ് നൽകുന്നവൻ. അപ്പോ വിദ്യ നൽകുന്ന ഒരാൾക്ക് എന്താ? ജീവിതാവസാനം വരെ. അപ്പൊ അവരിപ്പം നമ്മിപ്പോ ഒരു ടീച്ചർ ആയി കഴിഞ്ഞാല് അവര് മരിക്കുന്നവരെ അവരെ ടീച്ചർ എന്ന് പറയും അല്ലെ? വേറെ ഏത് ജോബ് ചെയ്താലും നമ്മളാ അങ്ങനെ അറിയപ്പെടണമെന്നില്ല അല്ലെ? അപ്പൊ ടീച്ചർ തന്നെ വിളിക്കും ആളുകള് അല്ലെ? ബഹുമാനിക്കും. ഓക്കെ. അപ്പോ ഇപ്പം ഞാനിപ്പോ നിങ്ങളെ ആരെങ്കിലും ഒരാളെ പഠിപ്പിച്ച് നിങ്ങൾ വലുതായാലും ടീച്ചർ എന്ന് പറയും അല്ലെ? അപ്പൊ ടീച്ചർ നിലയിൽ ഒരു നല്ലൊരു ജോബാണ് ടീച്ചർ. അപ്പൊ വിദ്യ കൊടുക്കുന്ന ആൾക്ക്, വിദ്യ നൽകുന്നവൻ ജീവിതാവസാനം വരെ സന്തോഷം ലഭിക്കും അല്ലെ? ഓക്കെ. അതാ പറഞ്ഞത്. അപ്പോ വിത്തമെന്തിനു മർത്യന് വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ? അപ്പോ വിദ്യ തന്നെയാണ് മഹാധനം. അപ്പോ വിത്തം വേണ്ട മർത്യന് അല്ലെ? ധനമുണ്ടെങ്കിൽ. ഒന്നുകൂടി മിസ് അത് പറയണേ, ആദ്യത്തെ ലൈൻ. അപ്പോ അറിവുള്ളവന് ധനത്തിന്റെ ആവശ്യമില്ല, കയ്യിൽ വെണ്ണയുണ്ടെങ്കിൽ നറുതൈ വേറെ കരുതണമെന്നില്ല. അതുപോലെ തന്നെയാണ് അറിവ് അല്ലെ? അറിവ് കയ്യിലുള്ളവർക്ക് ധനം സ്വരൂപിച്ച് വെക്കണമെന്നില്ല. പിന്നെയോ, അറിവില്ലാതെ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാനാകുമോ എന്ന് അടുത്ത ലൈൻ.
വിദ്യ വിട്ട് നരനാവോ വിശ്വംഭരിയിൽ വാഴുവാൻ. വിശ്വംഭരി എന്ന് പറഞ്ഞ ഭൂമി. ഈ ഭൂമി ജീവിക്കണമെങ്കിൽ അറിവ് ഉണ്ടാവണം അല്ലേ? ഓക്കെ, വിദ്യ ഉണ്ടാവണം കയ്യിൽ. അപ്പൊ നല്ല അറിവ് നമ്മളെ എല്ലാ കുട്ടികളും നേടണം അല്ലേ? നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അറിവ് അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ എന്താ? ആയുധം കയ്യിലില്ലാത്തവൻ. അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നത് എങ്ങനെ? ആയുധം വേണം അല്ലേ നമുക്ക് പോരാടാൻ? ഓക്കെ. അപ്പൊ ആയുധം കയ്യില്ലാത്തവൻ അടരാടുന്നത്, യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? അതുപോലെയാണ് അറിവ് കയ്യില്ലാത്തവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല അല്ലെ? ഓക്കെ, അറിവ് ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായി അറിവുള്ളവരായി തീരണം. ഓക്കെ, പിന്നെ അടുത്ത എന്താ പറയുന്നത്? പുറംകണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ. അംശുമാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്പൊ സൂര്യൻ രാവിലെ ഉദിക്കും നമ്മളെ പുറംകണ്ണ് തുറപ്പിക്കാൻ അല്ലെ? ഓക്കെ, അപ്പൊ അകക്കണ്ണ് തുറപ്പിക്കാൻ ആരാ വരുന്നേ? ആശാൻ. ആശാൻ എന്ന് പറഞ്ഞാൽ ഗുരു ബാല്യത്തിലെത്തണം. ചെറുപ്പകാലം നമ്മള് പഠിക്കാൻ ഗുരു ഉണ്ടാവും അല്ലെ, പഠിപ്പിക്കാൻ. ഓക്കെ, അതാണ് പറഞ്ഞത്. പിന്നെയോ, അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രം അടച്ചിടും. അതായത് ഭക്ഷണം കൊടുക്കുന്നവർക്ക് ആ സമയത്ത് നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ വിശന്ന് വലിയുന്ന ഒരാൾക്ക് നല്ല സന്തോഷം ഉണ്ടാവും, നമുക്കും ഉണ്ടാവും അല്ലെ? ഒരു തൃപ്തി ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാല്. പക്ഷേ അറിവ് കൊടുക്കുന്നവൻ എങ്ങനെയാ? ജീവിതാവസാനം വരെ നല്ല ഒരു ജീവിതാവസാനം വരെ അവർക്ക് സന്തോഷം നിലനിൽക്കും. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ നമ്മൾ എന്തൊക്കെ പഠിച്ചിന്ന്? ഇത്ര വരെ പഠിച്ചു. അകക്കണ്ണു തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം, അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രം അണച്ചിടും. അപ്പൊ നമ്മൾ ഇത്ര വരെയാണ് ഇന്ന് പഠിച്ചത്. അപ്പൊ ഒന്നുകൂടി അത് പറയാ. വിത്തമെന്തിന്നു മർത്യന് വിദ്യ കൈവശമാവുകിൽ, വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ. വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ, ആയുധം കയ്യിലില്ലാത്തോനടരാടുന്നതെങ്ങനെ. പുറംകണ്ണു തുറപ്പിപ്പൂ പുലർവേളയിലംശുമാൻ, അകക്കണ്ണു തുറപ്പിപ്പാനാശാൻ ബാല്യത്തിലെത്തണം, അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രമണച്ചിടും, ആജീവനാന്തമാനന്ദമരുളും വിദ്യ നൽകുവോൻ. അപ്പൊ വിദ്യ നൽകുന്നവന് ആജീവനാന്തം എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെ അവർക്ക് സന്തോഷം നിലനിൽക്കും. ഭക്ഷണം കൊടുക്കുന്ന ഒരാൾക്ക് ആ ഒരു സമയത്ത് മാത്രമാണ് സന്തോഷം ഉണ്ടാകുന്നത്. പക്ഷെ വിദ്യ നൽകുന്നവന് ജീവിതാവസാനം വരെ സന്തോഷം ലഭിക്കും അല്ലെ? ഞാൻ 10 കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തില്. അതായത് അറിവ് കൊടുക്കും തോറും വർദ്ധിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ച് അറിവ് വർദ്ധിക്കുകയേ ഉള്ളൂ, കുറഞ്ഞു പോവില്ല അല്ലെ? അപ്പൊ അറിവ് നമുക്ക് ആർക്കും കൊടുക്കേണ്ട. നമുക്ക് വിദ്യ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും കൊടുക്കണ്ട അല്ലെ? പക്ഷെ നമ്മുടെ വീട്ടിൽ ഇപ്പൊ സമ്പത്ത് ഉണ്ടെങ്കിൽ നമ്മളെ ഇപ്പം 3 കുട്ടികളാണ്, 3 കുട്ടികൾക്കും തുല്യമായി ഭാഗിക്കും. ഇപ്പൊ അച്ഛന് ഒരു കുറച്ച് സമ്പത്ത് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഇപ്പം സാറിന്റെ കാര്യമാണ് പറഞ്ഞത്, സാറിനുള്ള ധനം എന്ത് ചെയ്യും? 3 കുട്ടികൾക്കും ഭാഗിക്കും. പക്ഷെ അപ്പൂനൊരു കുറച്ച് വിദ്യ കയ്യിലുണ്ടെങ്കിലോ അത് ആർക്കെങ്കിലും ഷെയർ ചെയ്യണോ? ഷെയർ ചെയ്യണ്ടല്ല. നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് വർദ്ധിക്കുകയേ ഉള്ളൂ, അത് കുറഞ്ഞു പോവില്ല ഷെയർ ചെയ്ത് കഴിഞ്ഞാല്. ധനത്തിനെ പോലെ അല്ല അല്ലേ? അപ്പൊ വിദ്യ കൈവശം ഉണ്ടെങ്കിൽ അത് പകർന്നു കൊടുത്താൽ നമുക്ക് അറിവ് വർദ്ധിക്കുകയേ ഉള്ളൂ, കുറഞ്ഞു പോവില്ല ഒരിക്കലും. അതാണ് ഇതിൽ പറഞ്ഞത്. വിദ്യ തന്നെ മഹാധനം എന്ന നമ്മുടെ ആദ്യത്തെ ലെസണില് നിങ്ങൾക്ക് മനസ്സിലായോ എന്തൊക്കെയാ നമുക്ക് പഠിച്ചത്? ക്ലിയർ ആയോ എല്ലാവർക്കും? ഫെയ്ത്ത് വീഡിയോ ഓൺ ചെയ്തേ മോനെ. ഓക്കെ, അപ്പോ ആൻമരിയ മനസ്സിലായോ മോളെ? ഓക്കെ, അപ്പോ ആൻമരിയ ഒന്നിത് പാടുവോ? നല്ല പാട്ടല്ലേ? പ്ലീസ് അൺമ്യൂട്ട് ആൻമരിയ. ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ഇപ്പൊ ആരുടെ കയ്യിലാ ഇന്ന് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്? ഫെയ്ത്തിനുണ്ടോ ടെക്സ്റ്റ് ബുക്ക്? ഉണ്ടോ ഫെയ്ത്ത്? ഉണ്ടോ? ആൻമരിയ എന്നാ സ്റ്റാർട്ട് ചെയ്തേ. ഇല്ല. നീ മലയാളം മേടിച്ചില്ലേ? മേടിച്ചില്ലേ പുതിയ ബുക്ക്? പ്ലീസ് അൺമ്യൂട്ട് ആൻമരിയ. വാങ്ങിയില്ല. വാങ്ങിയില്ല. അപ്പൊ റോസ്മേരി ചേച്ചിയോ? അത് വാങ്ങിയില്ല.
മലയാളം മലയാളം ബാക്കി ഇട്ടു ഇല്ല ഉം? ചെപ്പിന്ന് പറഞ്ഞോണ്ട്. ആണോ? അപ്പൊ ഇന്ന് ആരുടെ കയ്യിലും ബുക്കില്ല അല്ലെ? ഇല്ല, ഞാൻ വായിക്കത്തില്ല. ശ്രേയ ഒന്ന് വായിച്ചു നോക്കിയ മോളെ. നമ്മുടെ സമയം ഏകദേശം തീരാറായി. അപ്പൊ ഇന്നത്തെ ക്ലാസ് മനസ്സിലാവാത്തവരുണ്ടോ ആരെങ്കിലും? ഇല്ല. അപ്പൊ എന്നാ നമ്മുടെ പാഠത്തിന്റെ പേര്? വിദ്യ തന്നെ മഹാധനം. ഓക്കെ, ഗുഡ്. വിദ്യ തന്നെ മഹാധനം. വിദ്യ പറഞ്ഞ അറിവ്. അറിവാണ് നമ്മുടെ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും നല്ല ധനം. അതാണ് വിദ്യ തന്നെ മഹാധനം. ഓക്കെ അല്ലേ? അപ്പൊ ഈ വിദ്യ തന്നെ മഹാധനം എന്നുള്ള കവിത ആരെഴുതിയതാണ് ഈ പദ്യം? ലാസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഉള്ളൂർ. ഉള്ളൂരിനെ പറ്റി മിസ് ഇന്നിപ്പോ പ്രത്യേകിച്ച് പറയാതിരുന്നത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ളൂരിനെയും വള്ളത്തോളിനെയും ആശാനെയും ഒക്കെ കുറിച്ച് ഞാൻ ധാരാളം വാദവരാതെ സംസാരിച്ചാണ്. അതുകൊണ്ടാണ് ഇന്ന് ആദ്യത് പറയാതിരുന്നത്. അപ്പൊ വിദ്യ തന്നെ മഹാധനം എന്ന പദ്യം ആരെഴുതിയതാണ്? ഉള്ളൂർ. ഓക്കെ, ഉള്ളൂരിനെ പറ്റി എല്ലാവർക്കും അറിയാലോ അല്ലെ? പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. ഉള്ളൂരിനെ പറ്റി എല്ലാവർക്കും അറിയാം അല്ലെ? പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, ഇന്നത്തെ നമ്മളെ ടൈം ഏകദേശം തീരാറായി. അതുകൊണ്ട് പിന്നെ ഇനി ആദ്യം വായനാ ദിനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ജൂൺ 19 വായനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അലൻ അന്നേരം കേറിയില്ല അല്ലെ? അപ്പൊ അലന് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയണത്. അപ്പൊ വായനാ ദിനം എന്നാണ് ഇന്നത്തെ ദിവസം അറിയപ്പെടുന്നത് അല്ലെ? ആരുടെ ചരമദിനാണ്? ആരുടെ ചരമദിനാണ്? ഞാൻ രാവിലെ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ പ്ലീസ് അൺമ്യൂട്ട് ഫെയ്ത്ത്. ഫെയ്ത്ത് അൺമ്യൂട്ട് ചെയ്ത മോനെ. ചെയ്തിട്ടാ ആവുന്നില്ലേ? ചെയ്ത് അൺമ്യൂട്ട് ചെയ്തേ ഫെയ്ത്ത്. ഫെയ്ത്ത് അൺമ്യൂട്ട് ചെയ്തേ മോനെ. പറ്റുന്നില്ലേ? ചെയ്ത മിസ് ഇടുന്ന് തന്നുവല്ലോ ഓപ്ഷൻ. ആ, എന്തോ സ്ട്രക്കായി തോന്നുന്നു. അപ്പൊ വായനാ ദിനം PN പണിക്കരുടെ. ഓക്കെ, ആൻമേരിയൊക്കെ അറിയാൻ തോന്നുന്നു. പ്ലീസ് അൺമ്യൂട്ട് ആൻമേരിയ. ഞാൻ കൊറേ നേരമായി പറയുന്നു. അതെ അല്ലേ? PN പണിക്കരുടെ. ഓക്കെ, അപ്പൊ PN പണിക്കരുടെ 25ാം ചരമവാർഷികം അല്ലെ? ഓക്കെ, ഇന്ന്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം എന്നാ മിസ് പറഞ്ഞത്? വായിക്കണം അല്ലെ? വായനയിലൂടെ വളരണം. വായനയിലൂടെ നമ്മുടെ ചിന്താശക്തി വർദ്ധിക്കും. അതുകൊണ്ട് നല്ല പുസ്തകങ്ങള് നിങ്ങൾ വായിക്കണം. വായന നല്ലൊരു ശീലാണ്, നല്ലൊരു ഹാബിറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവരും വായിക്കണം, വായനയിലൂടെ വളരണം. ഓക്കെ, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം വായന. നമ്മൾ ഇന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ്, നമ്മൾ എല്ലാവരും വായിക്കുന്നു. ഓക്കെ, അപ്പൊ പിന്നെന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? അപ്പൊ ബാക്കിയുള്ള ലൈന് നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് വാങ്ങണം. ടെക്സ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാനാവൂ കേട്ടോ. എല്ലാരെയും വായിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? ഉണ്ടോ ശ്രേയ? ഷോണിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഷോൺ? ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് ഷോൺ. 3 മിനിറ്റ് കൂടി ഉണ്ട് ടീച്ചറെ. 3 മിനിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ ചോദിച്ചത്. ഷോണിന് എന്തെങ്കിലും ഉണ്ടോ പറയാൻ? അലൻ പിന്നെ അത് അൺമ്യൂട്ട് ചെയ്യുന്നേ ഇല്ല. അലൻ അൺമ്യൂട്ട് ചെയ്തോ? ഒന്നും പറയാനില്ല അല്ലെ? അൺമ്യൂട്ട് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോ. നോ മിസ്. ഓക്കെ, അപ്പൊ വായിക്കണേ ഇന്ന് മുതല്.
നല്ല കുട്ടികളായി നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഓക്കെ, പത്രം വായിക്കണം, നല്ല പുസ്തകങ്ങളും വായിക്കണം. ഫെയ്ത്തെ എന്തേ ഫെയ്ത്തെ? ഓക്കെ, അപ്പൊ ഇനി 2 മിനിറ്റേ ഉള്ളൂ. ക്ലിയർ ഇല്ല, എന്തോ ഫെയ്ത്തിന് ഒരു കുറച്ച് ഇതാന്ന് എനിക്ക് തോന്നി. ഓക്കെ, നമ്മളെ ക്ലാസ് ഏതായാലും ഇന്നത്തെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരോടും ബൈ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ? ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഓക്കെ, ബൈ. സീ യു. ടീച്ചർ ഇത് വാട്സാപ്പിലിട്ട് ഫോട്ടോ എടുത്ത് തരുമോ? ഏതിന്റെ? ഈ പാഠത്തിന്റെ. ഇത് മനസ്സിലായില്ലേ നിങ്ങക്ക്? ഫോട്ടോ വേണോ ഇനി? അല്ല, വായിക്കാൻ. അതെ അല്ലേ? ഈ ബുക്കിന്റെ ഫോട്ടോ ഞാൻ ഇപ്പൊ തന്നെ ഇട്ടുതരാം കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നലെ, കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ നോക്കട്ടെ, ഒന്നുകൂടി ഇട്ടുതരാം. ഞാൻ ഇട്ടിട്ടാവും. ശരി എന്നാ. ഇട്ടിട്ടില്ല. ഓക്കെ, ബൈ. ബൈ.